റംദാൻ മാസത്തിലെ വ്രതമെടുക്കുന്നവർക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഒറ്റ വാക്കിൽ ഉത്തരം ഇൻസുലിൻ ഉപയോഗിക്കാം. അതിനൊരു കുഴപ്പമില്ല. പക്ഷേ കുറച്ച് നിബന്ധനകളുണ്ട്. ചില തയ്യാറെടുപ്പുകൾ വേണം, കൃത്യമായ നിരീക്ഷണം വേണം. ആദ്യത്തെ തയ്യാറെടുപ്പ് റംദാൻ മാസത്തിൻ്റെ ഒരു 6 തൊട്ട് 8 ആഴ്ച മുന്നേ പ്രമേഹം ചികിത്സിക്കുന്ന തങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് പോയി അത് കറക്റ്റായിട്ട് പ്രമേഹം നിയന്ത്രണത്തിലാണോ, വേറെ എന്തെങ്കിലും ചിട്ടവട്ടങ്ങൾ മാറ്റേണ്ടതുണ്ടോ, മരുന്ന് ഏത് സമയത്തേക്ക് മാറ്റണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്ത് അത് തീരുമാനിക്കേണ്ടതാണ്. ഇൻസുലിൻ്റെ അളവ് പലപ്പോഴും ഇഫ്താർ സമയത്തേക്ക് ഡോക്ടർ കുറച്ച് ആ സമയത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ്. ആഹാരവുമായിട്ട് ചേർന്ന് പോകുന്ന ഇൻസുലിനുകളോ സുഹൂർ സമയത്ത് എടുക്കേണ്ട ഇൻസുലിനിലോ മിക്കപ്പോഴും ഡോക്ടർ അളവ് കുറച്ച് പറയാനും സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഷുഗർ താന്നു പോകുന്നത് തിരിച്ചറിയാനായിട്ട് പറ്റണം. മിക്കപ്പോഴും ഫാസ്റ്റിംഗ് അവസാനിക്കുന്ന അല്ലെങ്കിൽ നോമ്പിൻ്റെ അവസാനത്തെ 6 മണിക്കൂറിലാണ് മിക്കപ്പോഴും ഷുഗർ താഴുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരിക്കലും ഷുഗർ താഴുന്ന ഒരു ലക്ഷണമുണ്ടെന്ന് കണ്ടുകൊണ്ട് നോമ്പ് മുന്നോട്ട് കൊണ്ടുവരുത്. നോമ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതിന് അനുയോജ്യമായ നടപടികൾ അപ്പോൾ എടുക്കണം. അപ്പോൾ കൃത്യമായ തയ്യാറെടുപ്പുകളോടെ ഡോക്ടറെ കണ്ട് അനുയോജ്യമായ ഇൻസുലിൻ അനുയോജ്യമായ സമയത്ത് അതിൻ്റെ അളവ് പരിമിതപ്പെടുത്തി അത് കൃത്യമായി കൃത്യമായ തയ്യാറെടുപ്പുകളോടുകൂടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോമ്പ് കാലത്ത് ഇൻസുലിൻ തുടരാവുന്നതാണ്.